ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ആക്ച്വലി ഞാനൊരു ഫേഷ്യൽ ഹെയർ റിമൂവൽ റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. So I have not done threading or waxing on my face from last 6 to 7 years. I use razors to remove the facial hair because I can't handle the pain of threading and waxing. So these are the two razors that I use. ഇതിനൊരു ഇച്ചിരി വലിപ്പമുണ്ട്, ഇത് കുറച്ചുകൂടി ചെറുതാണ്. So let's start with eyebrows first. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യും. പക്ഷെ എനിക്ക് ഒരുപാട് കട്ടിയിൽ മോയ്സ്ചർ ഇരിക്കുന്നത് ഇഷ്ടമല്ല. സോ ഐ ജസ്റ്റ് ഡാബ് ഇറ്റ് ഓഫ്. വി ഷുഡ് നോട്ട് ജസ്റ്റ് ഗോ ഡയറക്റ്റ്ലി ഒരു 90 ഡിഗ്രി വെച്ച് പോകരുത്. അങ്ങനെ വരുമ്പോൾ കട്ടാവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. സോ ബെറ്റർ ഒരു ചരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഈ കോർണേഴ്സ് ചെയ്യാനായിട്ട് ഈ ഒരു കോർണേഴ്സ് അല്ല, ഐബ്രോൻ്റെ താഴെ ചെയ്യാനായിട്ട് എപ്പോഴും ഈ ഒരു കുട്ടി യൂസ് ചെയ്യുന്നതാണ്, കുട്ടി റേസർ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് ചെയ്യുക. എനിക്ക് ആക്ച്വലി ഒരുപാട് തിക്കായിട്ട് ഇഷ്ടമല്ല, എന്നാൽ ഒത്തിരി ലീൻ ആവാനും പാടില്ല. അതേ ഐ ഷുഡ് റിമൂവ് ദി. ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. It is so satisfying. സോ ഇവിടെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും നമ്മളൊന്ന് വലിച്ചു പിടിക്കും. ആസ് യൂഷ്വൽ ഇത് 90 ഡിഗ്രിയിൽ ഒരിക്കലും പിടിക്കരുത്, എപ്പോഴും ഒന്ന് ചരിച്ചു വേണം പിടിക്കാനായിട്ട്. സോ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ആ ഒരു പീച്ച് ഫസും കൂടെ പോരും. Same way I'll do the other side as well. ഐബ്രോയുടെ താഴെ ചെയ്യാനായിട്ട് ഞാൻ ഈ ടൈനി വണ്ണ യൂസ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ പ്രിഫേർഡ് ആയിട്ടുള്ളത്. I don't know if you can hear the sound. ശരിക്കും അത് നല്ലൊരു സാറ്റിസ്ഫൈങ് സൗണ്ടാണ്. സ്കിൻ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. പിമ്പിളായിട്ടുള്ളവരൊക്കെ കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്യണേ. എനിക്ക് ആക്ച്വലി പിമ്പിൾ അല്ല, മാർക്സ് ആണ്. പിമ്പിൾ വന്ന് പോയതിൻ്റെ മാർക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത്ര ശ്രദ്ധിക്കാത്തത്. പിമ്പിളിൻ്റെ ഒക്കെ അടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ഐബ്രോയും ഫേഷ്യൽ ഹെയർ റിമൂവലും ഒക്കെ കംപ്ലീറ്റ് ആയി. ആൻഡ് മൈ ഐബ്രോ ഇസ് ലുക്കിംഗ് പ്രിറ്റി ഗുഡ്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് എക്സ്ട്രാ ഹെയർ, അതായത് ഗ്രോത്ത് നല്ലപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ സിസർ എടുത്തിട്ട് മേലെ കട്ട് ചെയ്യാറുമുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എനിക്കതില്ല, ആവശ്യത്തിനുള്ള ഗ്രോത്ത് എനിക്ക് തോന്നുന്നുള്ളൂ. ഐ എം ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഇനി വേറെ ഒന്നും ചെയ്യണ്ട. ഇന്ന് എൻ്റെ കേൾസും നല്ല രസമുണ്ട്. അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. ആൻഡ് ഐ ഹോപ്പ് ഈ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. ഓക്കെ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.